ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. പതിയെ കഴിക്കടി, അല്ലെങ്കിൽ നിന്റെ തൊണ്ടയിൽ കുടുങ്ങും. ഒന്ന് മിണ്ടാതിരിക്കോ, മനുഷ്യനിവിടെ വിശന്നിട്ടാണെങ്കിലും വയ്യ. ഇച്ചായ, അവൾ ഇതുവരെയായിട്ടും വന്നില്ലാലോ. എനിക്കെന്തോ പേടിയാകുന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റി കാണൂ? നീ ഇങ്ങനെ പേടിക്കല്ലേ, കുറച്ചു നേരം കൂടി നോക്കാം. എന്നിട്ടും അവൾ വന്നില്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. അച്ഛാ, എന്തിനാ എന്നെ വിളിച്ചേ? നിന്റെ കയ്യിൽ അവളുടെ ഫ്രണ്ട്സിന്റെ വല്ല നമ്പറും ഉണ്ടോ ഒന്ന് വിളിച്ചു നോക്കാൻ? ഇല്ലല്ല, എന്റെ കയ്യിൽ ആരുടെ നമ്പർ ഇല്ല. ചായ, എനിക്ക് തോന്നുന്നു അവൾക്ക് എന്തെങ്കിലും പറ്റി കാണുമെന്ന്. നീ ഇങ്ങനൊന്നും പറയല്ലേ, അവൾക്കൊന്നും പറ്റി കാണില്ല. എന്തിനാ വെറുതെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ജലിയ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്ക് പോലും അറിയില്ല. എന്നാ പിന്നെ നമുക്ക് ഉറങ്ങാൻ പോയാലോ? ഇന്നലെ ഒന്നും നടന്നില്ല. എന്ത് നടന്നില്ല എന്ന്? ഞാനേ ഉറങ്ങാൻ പോവാ. ഇന്ന് ഉറങ്ങണോ? പിന്നെ ഉറങ്ങാതെ എന്ത് ചെയ്യാനാ? നിനക്കെന്തോന്നും അറിയാത്ത പോലെ. ഓ, അതെന്റെ മോൻ മനസ്സിലങ്ങ് വിചാരിച്ചാ മതി. പ്ലീസ് ഡി, നീ എന്താ ഇങ്ങനെ? ഒരു കിസ്സെങ്കിലും തരുവോ? ആ, നോക്കിയിരുന്നോ, ഇപ്പൊ കിട്ടും. ആദ്യം കല്യാണം, എന്നിട്ട് മതി ഇതൊക്കെ. അലക്സ്, ഒന്ന് എണീക്കടാ. എന്താടി, മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ? നിന്റെ ഫോൺ ഒന്ന് തരുവോ? എന്തിനാ ഫോണ്? ഞാൻ വിചാരിച്ചു നിനക്ക് ഒറ്റയ്ക്ക് അടക്കം പേടിയായിട്ട് എന്നെ വിളിക്കാൻ വന്നതാണെന്ന്. എനിക്ക് നിന്നെ പോലെ പേടിയൊന്നുമില്ല. എനിക്ക് എന്റെ വീട്ടിലോട്ടൊന്ന് വിളിക്കണം. എന്റെ ഫോൺ എവിടെയാണെന്ന് അറിയില്ല. ഇത്രയും സമയമായിട്ട് നിനക്ക് ഇപ്പോഴാണ് അവരെ വിളിക്കാനൊക്കെ ഓർമ്മ വന്നത്? ഞാൻ ഇതിനിടയില് അതൊക്കെ അങ്ങ് മറന്നു. ഹലോ ലുണ. ഹലോ, ഇതാരാ? ഞാനാടി, നിന്റെ ചേച്ചി. ചേച്ചി, നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ എല്ലാരും നിന്നെ കാണാനിട്ട് പേടിച്ചിരിക്കുവാണ്. ഞാൻ കോളേജ് ഹോസ്റ്റലില് റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ വെച്ച് എന്റെ ഫോണ് പോയി. അത് തിരഞ്ഞപ്പോ കുറെ സമയം കഴിഞ്ഞു. അതാ ഞാൻ വീട്ടിലോട്ട് വരാഞ്ഞത്. ഞാൻ ഇന്നും കൂടി ഇവിടെ നിന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അമ്മ, അച്ഛാ, ചേച്ചി എനിക്ക് വിളിച്ചിരുന്നു. അവൾക്കിത് ആദ്യമേ ഒന്ന് മനുഷ്യന്മാരെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് വിരിച്ചു വെച്ചോളൂ. അവളൊന്ന് വരട്ടെ, ഞാൻ ശരിയാക്കുന്നുണ്ട്. അലക്സ്, എന്നെ വിട്. എനിക്ക് ഫ്രഷ് ആയി കോളേജിലോട്ട് പോണം. നിനക്ക് എനിക്കൊരു കിസ് ചോദിച്ചാൽ തരാൻ പറ്റില്ല? ഞാൻ ഇങ്ങനെയെങ്കിലും കുറച്ചു നേരം നിക്കട്ടെ. നീ ഇന്ന് കോളേജിലേക്ക് പോകണ്ട. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ? നമുക്ക് ബീച്ചിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ലൂണ, നിനക്കുള്ളത് ഞാൻ തരാം. നീ എന്തായി ചെയ്യുന്നേ? എല്ലാരും നമ്മളെയാ നോക്കുന്നേ. നീ എന്നെ വീട്ട്. ആരാടി അവൻ? ഏതാരാന്ന്? നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന്? ഓ, അതെന്റെ ഫ്രണ്ടാണ്. അവൻ നിന്നോട് എന്തിനാ സംസാരിക്കാൻ വന്നത്? സാധാരണ ഫ്രണ്ട്സൊക്കെ എന്തിനാ സംസാരിക്കാനല്ലേ, അതുപോലെ അവനും വന്ന് സംസാരിച്ചു. ആഹാ,
എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെയാണ് ഫ്രണ്ട്സ് തമ്മിലുള്ള സംസാരം. അതിന് തനിക്കെന്താ? ഞാൻ ആരോട് വേണമെങ്കിലും സംസാരിക്കും. ദേ പുല്ലേ, ദേ നോക്ക്, നീ എന്റെ പെണ്ണ. നീ വേറൊരാണിനോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെന്തിനാ നീ ഇങ്ങനെ അടുത്തേക്ക് വരുന്നേ? നിന്നെ കാണുമ്പോ തൊട്ട് വിചാരിച്ചിരുന്ന കാര്യ നിന്റെ ഈ ചുണ്ടിന്റെ രുചി അറിയണമെന്ന്. പക്ഷേ ഇതുവരെ അതൊന്നും നടന്നിട്ടില്ല. നിന്റെ ചേച്ചി എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ടേ. ബട്ട് ഇന്നിപ്പോ ആരുമില്ലല്ലോ. അപ്പോ എനിക്ക് കിട്ടിയ അവസരം ഞാൻ മുതലാക്കണ്ടേ? അൽബി വേണ്ടാട്ടോ. എന്നെ കൊണ്ട് പറ്റില്ല ഇനി പിടിച്ചു നിൽക്കാൻ. இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு தவிப்பதேனோ மனம் கலங்கி புலம்புகிறேன். கூந்தல் நெளிவில் எழில் கோலச்சரிவில், கூந்தல் நெளிவில் எழில் கோலச்சரிவில் கருவம் அழிந்ததடி, கருவம் அழிந்ததடி. അൽബി നിർത്ത്, മതി. ശ്വാസം മുട്ടണേ. എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരോ? ആ വാങ്ങിത്തരാം. നീ ഇവിടെ നിൽക്കേ. നിങ്ങൾ ആരാ? എന്നെ ഒന്ന് വിട്. താനോ? താനെന്താ ഇവിടെ? എന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നേ? എന്നെ വെറുതെ വിട്ടൂടെ? പിന്നെ നിന്നെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ എൻ്റെ കയ്യിൽ തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നിന്റെ വീട്ടിൽ പോകാതെ നീ അലക്സിൻ്റെ വീട്ടിലായിരുന്നു അല്ലേ? എനിക്കെല്ലാം അറിയാം.